ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സിലേക്കുള്ള മെറ്റീരിയൽസ് നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 2 ദിവസം ലീവാണ്. എന്താ പറയുക, ഞായറാഴ്ചയും അതുപോലെ തിങ്കളാഴ്ചയും പോസ്റ്റ് ഓഫീസ് അവധിയാണ്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച തന്നെ എല്ലാം പാക്കിങ്ങും കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ 28-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് മെറ്റീരിയൽസ് എല്ലാവരുടെ കയ്യിലും എത്തിക്കണമല്ലോ. അത് കാരണം നമ്മൾ ശനിയാഴ്ചയാണ് പാക്കിംഗ് ഒക്കെ ചെയ്ത് എല്ലാം അയച്ചിട്ടുള്ളത്. അപ്പോൾ പാക്കിങ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് ഒരു 30ഓളം ഐറ്റംസ് ഉണ്ടല്ലോ, എല്ലാവരും കയ്യിലും ഒരേപോലെ സാധനങ്ങൾ എത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. തലേദിവസം രാത്രി തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികളുള്ള സമയത്ത് നമുക്ക് പാക്കിങ് ചെയ്യാൻ പറ്റില്ല. അപ്പം കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരു 12 മണി ആ ഒരു സമയത്ത് കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും എണീറ്റ് ഒരു 5 മണിയൊക്കെ ആയ സമയത്ത് പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബീഡ്സിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ചൊക്കെ മോനും മോളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. ബാക്കി നമ്മൾ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാവരുടെ കയ്യിലും ഒരേപോലെ നമ്മൾ എത്തിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കുറേ ആൾക്കാർ ഒരുമിച്ച് കുട്ടികളൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോൾ എനിക്ക് തീരെ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും അതെടുത്തിട്ടും ഇതെടുത്തിട്ടും അപ്പോൾ നമ്മൾ കണക്കുകളൊക്കെ തെറ്റും. അപ്പോൾ കാരണം ഞാൻ അവരൊക്കെ ഉറങ്ങിയ സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുട്ടികളെ ഉണർത്തി മദ്രസയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ബാക്കി പാക്കിംഗ് ഒക്കെ തുടങ്ങി. ഒരു 12:30 ആയപ്പോഴാണ് നമ്മൾ പാക്കിംഗ് ഫുള്ള് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത്രയും ആൾക്കാർ നമ്മൾക്ക് ഇല്ലായിരുന്നു കേട്ടോ. അത്രയും ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും എന്നെക്കൊണ്ട് ഇത്രയൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതൊരു സത്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്യുന്ന കാര്യമല്ല. ഇത്രയും ആൾക്കാർ മെസ്സേജ് ഇട്ട് എല്ലാവർക്കും ഞാൻ എങ്ങനെ പാക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് എനിക്ക് ആലോചിക്കാനേ വയ്യ. അപ്പോൾ ഇതാ നമ്മളെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ തന്നെ കുറച്ച് പേര് മാറി നിന്നിട്ടുണ്ട്. കുറച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയത് കാരണം ഇപ്പോൾ സെക്കൻഡ് ബാച്ചിലായിരിക്കും അവരൊക്കെ ഇനി ഉണ്ടായിരിക്കുക. അതുപോലെ സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഈ മാസം ഫസ്റ്റിലായിട്ടായിരിക്കും ആ ക്ലാസ് വരിക. 5 ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 3 നെക്ലെസ്സുകൾ, 2 ബ്രേസ്ലെറ്റ്, 4 ഇയറിങ്സ്, ഒരു പാദസരം, ഇത്രയും ഐറ്റമാണ് നമ്മൾ ഈ ഒരു ബാച്ചിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആയിരിക്കും സെക്കൻഡ് ബാച്ചിന് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ 500 രൂപേൻ്റെ കിറ്റും അതുപോലെ കോഴ്സും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ ഓരോന്നും ഞാൻ കറക്റ്റാക്കിയത് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തു വെച്ചതിന് ശേഷമാണ് ഞാൻ പാക്കിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഏണിങ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാ മേഖലയാണോ ഇൻട്രസ്റ്റ് അതിനനുസരിച്ച് നിങ്ങളെ ഉള്ളിലുള്ള ആഗ്രഹം വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ അത് ചെയ്യാനായിട്ട് പരിശ്രമിക്കും ചെയ്യുക. ഒരുപാട് പേർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, സമയമില്ല എന്ന് പറയുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കൊട്ടും സമയം ഉണ്ടായിട്ടില്ല. എനിക്ക് 4 ചെറിയ കുട്ടികളാണുള്ളത്. മൂത്ത കുട്ടി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ളവർ. 2 വയസ്സ് തികയാത്ത വേറൊരു ചെറിയ കുട്ടിയും കൂടിയുണ്ട്. അങ്ങനെ മൊത്തം 4 പേരുണ്ട്. വീട്ടിൽ ഹസ്ബൻഡുണ്ട്. കാര്യങ്ങളൊക്കെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ പർച്ചേസിനാണെങ്കിൽ പോവുകയാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ ഓരോ ടൈമിലും നമുക്ക് ഓരോ മെസ്സേജസ് വരും. കുറച്ചൊന്ന് വൈകിയാൽ ചിലർക്ക് ദേഷ്യം പിടിക്കും, ചിലർ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടി നടന്നു പോകുമ്പം എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ബുദ്ധിമുട്ടാതെ ഒന്നും നമുക്ക് നേടാനായിട്ട് സാധിക്കില്ല. നമ്മൾ വീട്ടിലിപ്പം ഇരുന്ന് ജസ്റ്റ് അങ്ങനെ ഇരുന്ന് നമ്മൾ ആഗ്രഹങ്ങൾ മാത്രം വിഷമങ്ങളും പരാതികളും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെ കാര്യം മുന്നോട്ടൊന്നും പോവില്ല. നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ വീഡിയോസ് മാത്രം കണ്ടിരുന്ന് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച് അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, അവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് ചെയ്യണം.
അപ്പോൾ ഈ റൂമൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. നമ്മൾ ഓരോ ഐറ്റംസ് അങ്ങോട്ട് വെച്ചിട്ടും ഇങ്ങോട്ട് വെച്ചിട്ടും ആകെ ഫുൾ അലമ്പായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു പണി എടുക്കുമ്പോൾ വേറൊരു പണി നമുക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് മേഖലയാണോ താല്പര്യം അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും അത് തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിറങ്ങരുത്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെയിലായി പോവും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ചിലർക്ക് എന്താ പറയുക, ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കാനായിരിക്കും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ വീട്ടിൽ വെച്ചിട്ട് സോപ്പ് നിർമ്മാണം, അതുപോലെ എന്താ പറയുക ഹെയർ ഓയിൽ, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ഹെന്ന പൗഡർ മാത്രം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. മൊത്തത്തിൽ പരന്ന് കിടക്കുകയാണ്. ബെഡൊക്കെ നിറയെ ഐറ്റംസാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് റിസ്ക് നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എഫേർട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് തന്നെ കൊടുക്കുന്നത് എന്തെങ്കിലും വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ചെയ്ത മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേർക്ക് സെയിൽ ചെയ്യാൻ പറ്റി, വീണ്ടും ഓർഡേഴ്സ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ബീഡ്സ് വാങ്ങിയിട്ട് ഫസ്റ്റായിട്ട് തുടങ്ങിയവർക്കും നല്ല രീതിയിൽ അതൊക്കെ മൂവിങ് ആയി. അപ്പോൾ അടുത്ത സെക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെറിയ കാര്യം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.